അപ്പോൾ പ്രിയപ്പെട്ടവരെ, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ CBI ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. ആരൊക്കെയാണ് പ്രതികൾ? സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾ. യൂണിടാക് ബിൽഡേഴ്സിന്റെ MD സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനായി UAE റെഡ് ക്രസന്റുമായി ഒപ്പുവെച്ച കരാറിൽ നിന്ന് 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. ശിവശങ്കറും UV ജോസിനും എതിരായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരൺ SS ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. നിലവിൽ ഈ UV ജോസ് ആണെങ്കിലും ശരി, അവിടുത്തെ കളക്ടറായിരുന്ന ജോസ്, അതേപോലെ ശിവശങ്കർ, ഇവരെ രണ്ടുപേരെ പ്രതി ചേർത്തിട്ടില്ലേ ഈ കേസിൽ? ബാക്കി 6 പേരെയാണോ നിലവിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ 2 പേരെയും പ്രതി ചേർത്തിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് CBI വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഒരു കാലത്ത് വലിയ കോളക്കമുണ്ടാക്കിയ കേസാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ്. ആ കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ലൈഫ് മിഷന്റെ അഴിമതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നത്. അന്ന് പ്രധാനമായും ഉയർന്നിരുന്ന പരാതി എന്ന് പറയുന്നത് ഈ വിദേശ സംഭാവന, അത് ചട്ടം മറികടന്നാണ്, ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് വിദേശ സംഭാവന സ്വീകരിച്ചത്. ഇതിന് പുറമെ യൂണിടെക് എന്നുള്ള സ്ഥാപനത്തിന് ടെൻഡർ വിളിക്കാതെ കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്നുള്ള പരാതിയും ഉയർന്നിരുന്നു. ഈ പരാതിയിലാണ് CBI അന്വേഷണം നടത്തിക്കൊണ്ട് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം CJI കോടതിയിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റുമായിട്ടാണ് ലൈഫ് മിഷൻ കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെ 21 കോടി രൂപ ലഭിച്ചിരുന്നതാണ്. ഈ 21 കോടി രൂപയിൽ 4 കോടി രൂപ പ്രതികൾ ചേർന്ന് കമ്മീഷനായി തട്ടിയെടുത്തു എന്നുള്ളതാണ് CBI ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈ കേസിലെ ഒന്നാം പ്രതിയായ സന്തോഷ് ഈപ്പൻ 5 കോടി രൂപ കൂടി കൈക്കലാക്കിയിട്ടുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കണ്ടെത്തലായി ഈ കുറ്റപത്രത്തിലുണ്ട്. എന്തായാലും സന്തോഷ് ഈപ്പനെ ഒന്നാം പ്രതിയാക്കി, അതായത് യൂണിടെക് ഉടമയായ സന്തോഷ് ഈപ്പനെ ഒന്നാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2ാം പ്രതി എന്ന് പറയുന്നത് സന്തോഷ് ഈപ്പന്റെ സ്ഥാപനമായ കമ്പനിയായ സെയിന്റ് വെഞ്ചേഴ്സ് ആണ്. ലൈഫ് മിഷൻ 3ാം പ്രതിയും നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സന്ദീപ് വാര്യർ 4ാം പ്രതിയും UAE കോൺസുലേറ്റിലെ PRO ആയിരുന്ന സ്വപ്ന സരിത്ത് എന്നിവർ മറ്റ് പ്രതികളുമാണ്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആദ്യഘട്ട അന്വേഷണം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 2ാം ഘട്ട അന്വേഷണം നടക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച വലിയ ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൽ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ, ഒപ്പം ഈ ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും അനുബന്ധ കുറ്റപത്രം കൂടി CBI കോടതിയിൽ സമർപ്പിക്കുക. താങ്ക് യു ശരൺ. ഇതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തൊക്കെയായിരുന്നു അല്ലേ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശിവശങ്കറിനാണ് സൂത്രധാരൻ എന്നുള്ളതാണ്. വർഷം എത്രയായി? 5 വർഷം കഴിഞ്ഞു. ആ സർക്കാരും പോയി, 2ാമത്തെ സർക്കാർ വന്നു, ആ സർക്കാരും പോയി. അതിനുശേഷം ഇപ്പോ 5 വർഷത്തിന് ശേഷം ആദ്യഘട്ട കുറ്റപത്രം കൊടുത്തു. കുറ്റപത്രത്തിൽ ശിവശങ്കർ ഉണ്ടോ? ശിവശങ്കർ ഇല്ല. UV ജോസ് ഉണ്ടോ? UV ജോസ് ഇല്ല. അപ്പൊ പിന്നെ ഇവരുടെയൊക്കെ പേരിൽ ഈ കൊടിയും പിടിച്ച് പ്രതിഷേധവും പ്രകടനവും നടത്തി ലാത്തിച്ചാർജിൽ അടിവാങ്ങിച്ചു കൂട്ടിയത് അത് മിച്ചം. ഇനി ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രമാണ് കൊടുക്കുന്നത്. എത്ര വർഷത്തിന് ശേഷം? 5 വർഷത്തിന് ശേഷം. അതുകൊണ്ട് ഇവരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രതി ചേർത്തിട്ടില്ല സാർ. 1ാം ഘട്ട കുറ്റപത്രത്തിൽ ധൈര്യം ഉണ്ടെങ്കിൽ ശിവശങ്കറിനെതിരെ കേസെടുത്ത് പ്രതി ചേർക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ തെളിവിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ CBI കേസെടുക്കൂലേ? അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാനുള്ള ഒന്നും, ശിവശങ്കറിനെ പ്രതി ചേർക്കാനുള്ള ഒന്നും CBIക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വർഷം 5 ആദ്യഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിൽ പോലും ശിവശങ്കറില്ല, അതിൽ പോലും UV ജോസ് ഇല്ല. പിന്നെ എന്തിനായിരുന്നു ഈ വിവാദങ്ങളും പ്രകടനങ്ങളും ഒക്കെ? പൊളിറ്റിക്സ്, സിംപ്ലി പൊളിറ്റിക്സ്.